നമസ്കാരം. ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറി ആം ആദ്മി പാർട്ടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് സഖ്യം രൂപീകരിച്ചതെന്ന് AP വ്യക്തമാക്കി. കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും പാർട്ടി ആരോപിച്ചു. ആം ആദ്മി മാധ്യമ വിഭാഗത്തിന്റെ ചുമതലക്കാരൻ അനുരാഗ് ദാണ്ഡെയാണ് ആപ് സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ മോദിക്ക് രാഷ്ട്രീയ നേട്ടമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായി ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്ന് മോദി രക്ഷിക്കുന്നു. ഇരുവർക്കും സാധാരണക്കാരുടെ ആവശ്യങ്ങളായ സ്കൂളുകൾ, ആശുപത്രികൾ, ഇലക്ട്രിസിറ്റി, കുടിവെള്ളം എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. രാഹുലും മോദിയും ശത്രുക്കളായി പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടുമെങ്കിലും ഇരുവരും പരസ്പരം അതിജീവനത്തിന് സഹായിക്കുകയാണ്. BJPയെ ശാക്തീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടാണ് സഖ്യം രൂപീകരിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യത്തിന് 240 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഇത് വലിയ നേട്ടമാണ്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി പിന്മാറുകയാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും സഖ്യകക്ഷികളായി മത്സരിച്ച ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ പരസ്പരം മത്സരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താൻ ഇരു പാർട്ടികളും പരാജയപ്പെട്ടതിനെ തുടർന്ന് പരസ്പരം മത്സരിച്ചിരുന്നു. ഈ വർഷം ആദ്യം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും സഖ്യമില്ലാതെയാണ് മത്സരിച്ചത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് P. ചിദംബരം നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. BJP പോലെ സംഘടിതമായ മറ്റൊരു പാർട്ടി മറ്റൊന്നുമില്ലെന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ചിദംബരം രംഗത്ത് വന്നത്. ശ്രമിച്ചാൽ ഇന്ത്യ സഖ്യം ശക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഡൽഹിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന സൽമാൻ ഖുർഷിദിന്റെയും മൃത്യുഞ്ജയ് സിംഗ് യാദവിന്റെയും കണ്ടസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ആൻഡ് ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദി 2024 ഇലക്ഷൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ വെച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അത് പഴകിയതായി കണക്കാകുന്നു, എന്നാൽ തുന്നിച്ചേർക്കാൻ ഇനി സമയമുണ്ടെന്നായിരുന്നു ചിദംബരത്തിന്റെ പ്രതികരണം. മൃത്യുഞ്ജയ് സിംഗ് യാദവ് പറയുന്നത് പോലെ ഭാവി അത്ര ശോഭനമല്ല. ഇന്ത്യ സഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നതായി തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. സഖ്യത്തിന്റെ ചർച്ചാ സംഘത്തിൽ അംഗമായിരുന്നതിനാൽ സൽമാന് ഉത്തരം നൽകാൻ കഴിഞ്ഞേക്കുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ മുന്നണി പൂർണ്ണമായി നിലനിൽക്കുകയാണെങ്കിൽ താൻ വളരെയധികം സന്തോഷിക്കുമെന്നും ചിദംബരം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ അത് ദുർബലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഖ്യത്തെ വീണ്ടും ഒരുമിച്ച് ചേർക്കാൻ കഴിയുമെന്നും ഇനി സമയമുണ്ടെന്നും ഇനി സംഭവങ്ങൾ ചുരുളഴിയാൻ ഇരിക്കുന്നുവെന്നുമായിരുന്നു ചിദംബരം അഭിപ്രായപ്പെട്ടത്. BJPയെ പ്രശംസിച്ച ചിദംബരം അതിശക്തമായ യന്ത്രമാണെന്നും അത്രയും സംഘടിതമായ പ്രസ്ഥാനമാണ് BJP എന്നും വിശേഷിപ്പിച്ചു. തന്റെ അനുഭവത്തിലും ചരിത്ര വായനയിലും BJPയെ പോലെ ശക്തമായി സംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലകളിലും അത് അതിശക്തമാണ്. ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു യന്ത്രമാണ്. അതിന് പിന്നിൽ ഒരു യന്ത്രമുണ്ട്. രണ്ട് യന്ത്രങ്ങളും ഇന്ത്യയിലെ എല്ലാ യന്ത്രങ്ങളെയും നിയന്ത്രിക്കുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പോലീസ് സ്റ്റേഷൻ വരെ അവർക്ക് ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനോ ചിലപ്പോൾ പിടിച്ചെടുക്കാനോ കഴിയുമെന്നും ഏതാനും നാളുകൾക്ക് മുമ്പേ ചിദംബരം പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു ഭീകര യന്ത്രത്തെയാണ് ഇന്ത്യ സഖ്യം നേരിടേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2029 തെരഞ്ഞെടുപ്പ് ഈ ശക്തമായ മിഷണറിയെ ശക്തിപ്പെടുത്തുന്നതിന് നിർണായക വഴിത്തിരിവായി മാറിയേക്കാം. അല്ലെങ്കിൽ 2029 തെരഞ്ഞെടുപ്പ് നമ്മെ ഒരു സമ്പൂർണ്ണ ജനാധിപത്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും. 2029 തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നുമായിരുന്നു ചിദംബരം ഏതാനും നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്.